അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ സഫർ തിങ്കളിലേക്ക് ഞങ്ങൾ ഉള്ളത്. സഫർ തിങ്കളുടെ ലാസ്റ്റ് ബുധനാഴ്ച, ഒടുക്കത്തെ ബുധനാഴ്ച, ഒടുവിലെ ബുധൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അണ്ടത്തെ നാൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ചിലർ മുന്നോളും വാർത്തക്ക് 7 നാൾ. ആ 7 നാളെ കൂട്ടത്തിൽ വെച്ചിട്ട് എല്ലാ നാളിലേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ നാൾ വെള്ളിയാഴ്ച. ആർക്കും സംശയമില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ട നാൾ എന്ന കാരണത്താൽ എത്തിക്കട്. കിയാമത്ത് നാൾ നടക്കുന്നതും ആ നാളിൽ എത്തിക്കട് എന്ന കാരണത്താലും എത്തിക്കട്. അതല്ലാതെ കുറേ കാരണങ്ങളും ഉണ്ട്. അതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച തിങ്കളാഴ്ച, വഫാത്തായതും തിങ്കളാഴ്ച എന്ന കാരണത്താൽ നോമ്പ് എന്താവും സുന്നത്താവും. ആ നാളും ശ്രേഷ്ഠതയുണ്ട്. അതേപോലെ ബാലാസ ഞങ്ങളെ സത്കർമ്മങ്ങളെ അള്ളാഹു താലയുടെ ഭാഗത്തേക്ക് എത്തിക്കപ്പെടരുത്, അള്ളാഹു താലയുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടരുത് എന്ന കാരണത്താൽ അണ്ടത്തെ നാളും ശ്രേഷ്ഠതയുള്ള നാൾ നോമ്പ് സുന്നത്തുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ അത് വെള്ളിയാഴ്ച സംബന്ധിച്ചിടത്തോളം, തിങ്കളാഴ്ച സംബന്ധിച്ചിടത്തോളം, അത് ബാലാഴ്ച സംബന്ധിച്ചിടത്തോളം ഒരു ബറക്കത്ത് കുറഞ്ഞത് എന്ന് ചെല്ലാം. ഇനി ഇത് ദിവസങ്ങളെ കുറിച്ച് തെറ്റിക്കൂടെ ചെന്നത്. ഇനി തിങ്കൾ നോക്കാം. 12 തിങ്കളുണ്ട്. ഈ 12 തിങ്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായ തിങ്കൾ പരിശുദ്ധമായ റമളാൻ. ആർക്കും സംശയമില്ല. അത് കഴിഞ്ഞെങ്കിൽ പിന്നെയും ഒരു ശ്രേഷ്ഠത ഷഹറുള്ള എന്നറിയപ്പെടുന്നത് മുഹറം. ഷഅബാനുക്കും ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ തന്നെ റജബുക്കും ശ്രേഷ്ഠതയുണ്ട്. പരിശുദ്ധമായ ഹജ്ജിനടുക്കുന്ന ദുൽഹിജ്ജ തിങ്ങൾക്കും ശ്രേഷ്ഠതയുണ്ട്. ഇങ്ങനെ പല തിങ്ങൾകൾക്കും ശ്രേഷ്ഠതയുണ്ട്. ഒന്നിനേക്കാളും ഉഷാർ. ഇത് തിങ്ങളുടെ വിഷയം. ഇനി ടൈമിങ്സിൻ്റെ വിഷയത്തേക്ക് നോക്കാം. എല്ലാ സമയത്തും നിസ്കരിക്കാനായ സമയമല്ല. നിസ്കരിക്കൽ കറാഹത്തായ സമയമുണ്ട്. എൻ്റെ എല്ലാ സമയവും ഒരുപോലെ എത്തിയെങ്കിൽ നിസ്കരിക്കുക കറാഹത്തായ സമയം പരിപാടിയെ അല്ല. എല്ലാ സമയവും ഒരുപോലെയല്ല. എല്ലാ മിനിറ്റുകളും ഒരുപോലെയല്ല. അള്ളാഹു തആല ചിലതിക്ക് നല്ല ബഹുമാനവും ആദരവും കൊടുത്തുരും. ആ തഹജ്ജുദിന്റെ സമയ അതുക്ക് അതിർതായ ഒരു ബഹുമാനമുണ്ട്. അതേപോലെ 5 വക്ത് നിസ്കാരത്തെ ആ ടൈമിങ്സ് അതുക്ക് അതിർതായ ബഹുമാനമുണ്ട്. ഇത് ഈ ടൈമിങ്സിൻ്റെ വിഷയത്തിൽ. അപ്പോൾ നാളെത്ത് തിങ്കളെത്ത് ടൈമിങ്സ് എത്ത് പ്ലേസ് നോക്കാം. നാനുള്ള ഈ റായ, ഈ കാർക്കളം, ഈ റായത്തെ പോലെയല്ല പിന്നൊരു റായ. ഇതിനേക്കാളും ശ്രേഷ്ഠതയുള്ളതും അതിനേക്കാളും ശ്രേഷ്ഠതയുള്ളതും ഒരു ജാഗിൻ്റെ കൂടെ മക്ക, മദീന. അവിടെ ആ ഭൂമിയല്ല ഞങ്ങളെ പോലെമേ. പക്ഷേ ആ ഭൂമിക്ക് അള്ളാഹു തആല ശ്രേഷ്ഠത കൽപ്പിച്ചത്. മദീന അത് അള്ളാഹു തആല ശ്രേഷ്ഠത കൽപ്പിച്ചത്. ബൈത്തുൽ മഖ്ദസ് അത് അള്ളാഹു തആല എന്താക്കിയത് ശ്രേഷ്ഠത കൽപ്പിച്ചത്. ഇതേപോലെ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ ദഫനാക്കി കിടക്കുന്നതായ ഭൂമികൾ, ആ പരിസരങ്ങൾ, ഇതെല്ലാം അള്ളാഹു തആല ശ്രേഷ്ഠത കൽപ്പിച്ചത്. എല്ലാം ഒരുപോലെയല്ല. മനുഷ്യരുടെ ശരീരത്തേക്ക് നോക്കിയെങ്കിൽ ഈ കൈര് ഇതെല്ലാം ബെർലേ, പക്ഷേ ഒരുപോലെയില്ല. എല്ലാത്തിനും ഓരോന്നും ഓരോ ടൈപ്പുള്ളൂ. അതിർതായ ഗുണങ്ങൾ, അതിർതായ ഉപയോഗങ്ങൾ അതുകൊണ്ട്. ശരീരം മനുഷ്യന്മാരും അതേപോലെ ഒരുത്ത പിന്നൊരുത്തനേക്കാളും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉഷാരിക്കുക. അത് അപ്പറിപ്പറ എന്തെങ്കിലും ഒന്ന് ഉഷാർ കുറവ് നിൽക്കുക. അതുപോലെ മേത്തിക്കട നഹ്സ് സഅദ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നഹ്സ് ചെന്നെങ്കിൽ കില്ലത്തുൽ ബറക്കത്ത് കുറച്ച് കുറഞ്ഞ നാൾ. അപ്പം അണ്ടത്തെ നാൾ എന്തുമാക്കോ തീരാന്നാ അങ്ങനല്ല. അണ്ടത്തെ നാൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണോ, അണ്ടത്തെ നാൾ സത്കർമ്മങ്ങൾ യാറാക്കണോ. ಅದಕ್ಕೆ ಕಾರಣ ಎಂದೇ ಈ ಒಡಕದ ಬದನಾಸೆಗೆ ಬರಣಂಗ. ಒಡಕದ ಬದನಾಸೆ ಕುರಿಚಿಟ್ಟು കശ്ഫ് കറാമത്തുകൾ കൊണ്ട് അറിയപ്പെട്ട പണ്ഡിതന്മാർ അങ്ങനെ കശ്ഫ് മുഖാന്തരം അങ്ക് ലഭിച്ച ചില കാര്യങ്ങൾ ഞങ്ങളുടെ സമൂഹത്തെ മുന്നിൽ ഞങ്ങൾ വെക്കാറ്. അതേറ്റ് നിങ്ങൾ മുന്നേ ചില ഉദ്ദേശിക്കരെ ദൈരബി മാമറി മുജറബാത്ത് എന്ന കിതാബിലുള്ളത്. അന്നഹു യൻസിലു ഫീ കുല്ലി സനത്തിൻ 320 അൽഫൻ മിനൽ ബലിയാത്ത് വകുല്ലു ദാലിക ഫീ യൗമിൽ അർബിയാഇൽ അഖീരി മിൻ ശഹരി സഫർ. പരിശുദ്ധമായ സഫർ തിങ്കളുടെ ലാസ്റ്റ് പൊതുനാസറുണ്ട്. കുറേ അള്ളാഹുരെ അദാബുകൾ മൊത്തമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുற ഒരു നാള് ചെന്ന് മഹാന്മാർ ചൊല്ലാറ്. പിന്നെ അങ്ങ് കുറേ സത്കർമ്മങ്ങൾ ചൊല്ലാറ്. ഇന്നത്തെ നാൾ ഇങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്യുക, ആ ബല മുസീബത്തുകളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാം എന്ന കാരണത്താൽ കുറേ ഇബാദത്തുകൾ, കുറേ സത്കർമ്മങ്ങൾ അങ്ങ് ചെയ്യാറ്. ചെയ്തിട്ട് മനുഷ്യന്മാർക്ക് പരിപാടി കൊടുത്തതാണ്. അങ്ങനെ ശിഷ്യന്മാർക്ക് അങ്ങ് എഴുതി കൊടുത്തതാണ്. ആ കാരണം നിമിത്തം അതിങ്ങനെ തലതലാന്തരമായിട്ട് ഞങ്ങളെ കൈക്ക് ബന്ധി എത്തുക. അപ്പോൾ അള്ളാഹു തആലയുടെ ദുആർക്കും അണ്ടത്തെ നാൾ ദിക്റുകളും ഔറാദുകളും നിർവഹിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമുണ്ട്.
ഒടുക്കത്തെ ബുധനാഴ്ച അവസാനത്തെ ഈ ബുധനിൽ ചില സത്കർമ്മങ്ങളും ദിക്റുകളും ഞങ്ങൾ ഉസ്താദ് വശം തന്നത് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ട് വന്നോണ്ടുള്ള. അപ്പോൾ ആ നിർവഹിച്ചുകൊണ്ട് വന്നതരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിർവഹിച്ചിട്ടില്ലല്ലേ, ഇങ്ങനെ ഒരു അണ്ടത്തെ നാളെ ഒരു സ്പെഷ്യലായിട്ട് യാസീൻ ഓതിട്ടില്ലല്ലേ, ഇങ്ങനെ ചിൽഡ്രൻക്ക് എല്ലാവർക്കും ഒരു ജവാബ്. നിങ്ങളെ നേതാവായ വഹാബികളെ നേതാവായ ഇബ്നു തൈമിയ എന്നറിയപ്പെടുന്ന വഹാബികളുടെ നേതാവ്, ആ നേതാവിനെ കുറിച്ചിട്ട് ഒരു സംഭവമുണ്ട്. കാൽ അൽ ഹാഫിൽ, ഇത് കാണാൻ പോലെ അൽ ഹാഫിൽ ഉമർ ബിൻ അലി അൽ ബസാർ എന്ന മഹാൻ വകുന്തു മുദ്ദത ഇഖാമത്തി ബി ദിമഷ്ക്, നിങ്ങൾ ഇബ്നു തൈമിയർട്ട ഒരു ബന്ധമുള്ള ആള്, ആള് ദിമഷ്കിൽ ഇന്ത് അങ്ങനെ ആ സമയത്ത് കണ്ട സംഭവം ഇതിൽ ಹೇಳ್ತಾರೆ. ഫറഅയ്തുഹു യഖറഉ الفاتحة يكررها ويقطع ذلك الوقت كله عاني من الفجر إلى ارتفاع الشمس في تقرير تلاوتها. ابن تيمية അയാൾ ഫാത്തിഹ ഓതും എപ്പാ ഫജ്ർ ടൈമിൽ, ആ സുബഹിരെ അവല വക്തിൽ ആ ടൈമിൽ നിരന്തരമായിട്ട് ഫാത്തിഹ ഓതും. എപ്പോൾ ഓതുന്നുണ്ടാ ഇല ഇർത്തിഫാ ഇഷംസ്, സൂര്യൻ ഉദിക്കുന്നതോളം അയാൾ ഫാത്തിഹത്തിൽ തന്നെ ഓതി ഓണ്ടിക്കുക, റിപ്പീറ്റ് ആക്കി ഓണ്ടിക്കുക. ഇങ്ങനെ പുനരാവർത്തനയാക്കിയിട്ട് ഇബ്നു തൈമിയ ഫാത്തിഹകൾ ഓതും. പക്ഷേ ഈ പ്രവർത്തനം അത് പാടില്ല എന്ന് ചൊല്ലാവില്ല. കാരണം ഫാത്തിഹ ഓതുക എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലെ 1:10 പ്രതിഫലമുണ്ട് പരാർത്ഥത്തിൽ. അപ്പോൾ പാടില്ല എന്ന് ചെലവില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തിയത് ഇബ്നു തൈമിയ അയാൾ ഓതുക എന്നുള്ളത് അതൊരു സത്കർമ്മമേ, അതൊരു നിഷേധിക്കൊണ്ട ഒരിക്കലുമില്ല. ഇത് മുത്തുനബി തങ്ങൾ ചെയ്തിരാ? ഒരിക്കലും ചെയ്തിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു ഹദീസ് ബൊമ്പനായ ഒരു വഹാബി ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇബ്നു തൈമിയ ചെയ്തതുപോലെ ഡെയിലി എല്ലാ ഫജ്ർ മുതൽ എല്ലാ ഇർത്തിഫാ ഷംസ് വരെ സൂര്യൻ ഉദയിക്കുന്നതോൽ ഇങ്ങനെ ഫാത്തിഹ ആവർത്തനമായിട്ട് ഓതിയതായിട്ടുള്ള ഒരു ഹദീസ് സ്വഹീഹ് വേണ്ട ഒരു വൈഫായ ഒരു ഹദീസ് ഞാൻ കൊണ്ടുവരട്ടെ. ഇങ്ങനെ കൊണ്ടുവരാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. കാരണം ഇതൊരു സത്കർമ്മ. മുത്തുനബി തങ്ങൾ ഇതിനെ കാട്ടി തന്നിട്ടില്ല. ഓതാൻ ചെന്നൊരു ഓതൊക്കെ പരിപാടിയത് ഈ ടൈമിലെ ഓതൊന്നും പരിപാടിയിട്ടില്ല. പക്ഷെ ഓതോ തീരാട്ടുന്നുണ്ടാ ഇല്ല, അവർക്ക് ഇഷ്ടം വന്ന ടൈമിലും ഓതാ. ഇത് ബിദ്അത്തല്ലേ? യെസ്, ഇത് ബിദ്അത്തുൻ ഹസന, ഇത് നല്ല ബിദ്അത്ത് ഇരിക്കടാ. അതേപോലെ ഒടുക്കത്തെ ബദനാസരണ്ട് ഞങ്ങൾ ഓതിര ദിക്റുകളെല്ലാം അത് സ്വാലിഹ്യങ്ങളും സജ്ജനങ്ങളും അങ്ങ് ചെന്ന് തന്ന ദിക്റുകൾ എത്തിക്കട. അതിൽ ശിർക്കുകളില്ല, അതിലുള്ളത് തൗഹീദ് മാത്രം, അതിലുള്ളത് ഇബാദത്ത് മാത്രം. ഇലാഹായ റബ്ബുട്ട് എത്തിക്കട ദുആർക്കറി. അപ്പോൾ അതെല്ലാം എന്തിരിക്കട? ബിദ്അത്തുൻ ഹസന എത്തിക്കട. ഇതെന്തും വിരോധിക്കേണ്ടതല്ല. അപ്പോൾ വിരോധിക്കണമെങ്കിൽ നിങ്ങളുടെ മുത്താത്ത നിങ്ങളുടെ ബാബ ഇബ്നു തൈമിയ ഇങ്ങനത്തെ ഒരു സത്കർമാക്കിര് ഫസ്റ്റ് അതിಗೆ പോയിട്ട് നിങ്ങൾ എന്താക്കറോ പ്രൂഫ് കൊണ്ടുവರೋ നിങ്ങളുടെ കാട്ടോറോ. അതിൽ പിന്നെ എത്തിക്കണം ഞാൻ നിങ്ങൾക്ക് ഞങ്ങളെ പ്രൂഫ് നിങ്ങൾ കാട്ടി തണ്ട. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സത്യത പോലെ മനസ്സിലാക്കുക. അല്ലാഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല ഇസ്സത്തും ഇഫത്തും സലാമത്തും സിഹത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.